بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. ഏറ്റവും സ്നേഹാദരണീയരായ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള ഈ ഒത്തുചേരൽ അവരിഷ്ടപ്പെട്ട സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആദ്യമായി മനസ്സ് നിറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കുന്നത്. ടെക്നിക്കലി ചെറിയ ചില എറർ സംഭവിച്ചതുകൊണ്ട് ഒരല്പം നമുക്ക് വൈകേണ്ടി വന്നു എന്നത് ഒരു വലിയ പ്രയാസമായിരിക്കുകയില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തായാലും അൽഹംദുലില്ലാഹ്, ഈ ഒരു കൂട്ടായ്മ അക്കരക്കാഴ്ചകൾ, അതേപോലെ വെളിച്ചം ജർമ്മനി, രണ്ട് കൂട്ടായ്മകളും സംയുക്തമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ആദ്യമായി ഇതിൻ്റെ സംഘാടകരായ, ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും വളരെ ആത്മാർത്ഥമായി അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. നമ്മുടെ ജോലിയും പഠനവുമൊക്കെയായി നിങ്ങൾ യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല വിധത്തിലുള്ള എൻഗേജ്മെൻറ്റിലുള്ളവരാണ്. അതിനിടയിൽ പ്രത്യേകിച്ചും ഇന്ന് സൺഡേ ആണ്, നിങ്ങളുടെ ഒഴിവ് ദിവസമാണ്. പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സ്വാഭാവികമായും നിങ്ങൾ മാറ്റിവെക്കുന്ന ഒരു ദിവസമാണ്. ആ ദിവസം അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയം ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ചും ദീനിനെ കുറിച്ചും ഒക്കെ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു സന്ദർഭമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടണം എന്ന് വിചാരിച്ച വിഷയം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുഹറവുമായി ബന്ധപ്പെട്ടാണ്. മുഹറം ചർച്ചയാകുന്നത് നമുക്കറിയാവുന്നതുപോലെ ഇസ്ലാമിക കലണ്ടർ പ്രകാരം, അഥവാ ഹിജ്റ കലണ്ടർ പ്രകാരം ഒന്നാമത്തെ മാസമാണ് എന്നുള്ളതാണ്. അഥവാ ഹിജ്റ കലണ്ടറിലെ ഒരു പുതു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞ സമയമാണ്. പുതുവത്സരം അല്ലെങ്കിൽ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുള്ളത് ഡിസംബർ മാസം കഴിഞ്ഞ് ജനുവരിയിലേക്ക് പ്രവേശിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരമുള്ള ഒരു പുതുവത്സരത്തെക്കുറിച്ചാണ് നമ്മൾ സാധാരണ ചിന്തിക്കാറുള്ളത്. ആ പുതുവത്സരം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ആഘോഷ ദിവസം കൂടിയാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ പലപ്പോഴും പാലിച്ചു വരാറുള്ള എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് പൊതുവെ ന്യൂ ഇയർ എന്ന് പറയുന്നത്. എന്നാൽ ഇസ്ലാമിക കലണ്ടറിൽ ഒരു പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതേതായാലും ആഘോഷിക്കപ്പെടാനുള്ള ഒരു ദിവസമായി നിശ്ചയിച്ചിട്ടില്ല. മറിച്ച് നമുക്ക് നമ്മളെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ഇത്. നമ്മൾ നാളേക്ക് വേണ്ടി എന്ത് നേടി എന്ന വളരെ ഗൗരവപ്പെട്ട ഒരു ചോദ്യത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള സന്ദർഭമാണ്. ഫൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. നിങ്ങൾ നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾ എപ്പോഴും ആലോചിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ആയുസ്സിൽ ഒരു വർഷം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മരണത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അവസാന ജീവിതത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയ ഈ ആയുസ്സിൽ ഇത്രയും കാലം നമ്മൾ എങ്ങനെയാണ് ജീവിച്ചത്? അള്ളാഹുവിന് ഇഷ്ടകരമായ ജീവിതമായിരുന്നോ എൻ്റേത്? അതല്ല അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള ഒരു സന്ദർഭമാണ്. ആ ആലോചനയിൽ നമുക്ക് ഉണ്ടാകുന്ന തിരിച്ചറിവ്, എൻ്റെ ജീവിതത്തിൽ വല്ല കുറവുകളും പോരായ്മകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാനും കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാനുമുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ അതിനു വേണ്ട ആലോചനകൾ നടത്തുക എന്നുള്ളതാണ് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇസ്ലാമിന്റെ ഈ ഒരു കാലഗണന നമുക്കറിയാം. ഹിജറ കലണ്ടർ പ്രകാരമുള്ള കാലഗണനയും
അതിന്റെ ഒരു രീതിയും എന്ന് പറയുന്നത് വളരെ കാലം മുതൽക്ക് തന്നെ നിലനിൽക്കുന്ന ഒന്നാണ്. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത് ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി ഇസ്നാ അശ്റ ശഹ്റൻ ഫി കിതാബില്ലാ യൗമ ഖലഖസ് സമാവാതി വൽ അർള് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ലോകം അല്ലെങ്കിൽ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ ഒന്നാം നാൾക്ക് മുതൽക്ക് തന്നെ മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാണ്. 12 മാസം എന്ന് പറയുന്ന കാലഗണന ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനോളം പഴക്കമുള്ള ഒന്നാണെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ വളരെ വിശുദ്ധമായ വളരെ പവിത്രമായ മാസങ്ങളാണ്. ദാലിക ദീനുൽ ഖയ്യിം, അത് ഇസ്ലാം അതിന്റെ ദീനിന്റെ വളരെ നിർണയമായ വളരെ കൃത്യതയോടുകൂടി അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ കാലഗണനയും. ആ കാലഗണനയിൽ 4 പവിത്രമായ മാസങ്ങളുണ്ട് എന്ന് പറയുന്നത്. ഈ കാലഗണനയിൽ കൃത്രിമം വരുത്താൻ പാടില്ല, അല്ലെങ്കിൽ കൃത്രിമം വരുത്തുന്നതിനെ വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ ഈ കാലഗണനയിൽ ചില കൃത്രിമങ്ങൾ കാണിച്ചിരുന്നു. ഖുർആൻ അതിനെക്കുറിച്ച് ഇന്നമൻ നസിഉ സിയാദത്തുൻ ഫിൽ കുഫർ യുളല്ലു ബിഹിൽ ലദീന കഫറു യുഹില്ലൂനഹു ആമൻ വയുഹർറിമൂനഹു ആമൻ ലിയുവാത്തിഉ ഇദ്ദത മാ ഹറമല്ലാഹ് എന്ന് സൂറത്തു തൗബയിൽ പറയുന്നുണ്ട്. ഇന്നമൻ നസിഉ സിയാദത്തുൻ ഫിൽ കുഫർ, നസീ എന്ന് പറയുന്നത്, നസീ എന്ന് ഖുർആൻ ഉപയോഗിച്ചത് ഈ കാലഗണനയിൽ ഇസ്ലാമിന്റെ ഈ കലണ്ടർ സമ്പ്രദായത്തിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് കൃത്രിമങ്ങൾ കാണിക്കുന്ന സമീപനത്തെയാണ് നസീ എന്ന് പറയുന്നത്. ആ നസീ അവരുടെ സത്യനിഷേധത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് അവർ ചെയ്തിരുന്നത്? 2 കാര്യങ്ങൾ അവർ ചെയ്തിരുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഈ പവിത്രമായ മാസങ്ങൾ എന്ന് പറയുന്നത് ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഈ 4 മാസങ്ങളാണ്. ഷഹ്റു ഈ പവിത്രമായ മാസങ്ങൾ എന്ന് ഖുർആൻ പറയുന്നത് ഈ 4 മാസങ്ങളെ കുറിച്ചാണ്. അപ്പൊ ആ 4 മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യുദ്ധം നിഷിദ്ധമാണെന്നാണ്. യുദ്ധം ചെയ്യാൻ പാടില്ല. യുദ്ധം ആ സന്ദർഭങ്ങളിൽ ഒരു കാരണവശാലും അനുവദനീയമല്ല. പക്ഷെ ആ ജാഹിലിയ കാലഘട്ടത്തിൽ അവർക്ക് ഈ സന്ദർഭത്തിൽ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അവർ ആ സന്ദർഭത്തിൽ യുദ്ധം ചെയ്യും. ശത്രുക്കളോടുള്ള പക വീട്ടാൻ വേണ്ടി, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള അക്രമങ്ങളോ മറ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, വല്ല കൊള്ളയോ കവർച്ചയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കെതിരെ പ്രതികാരം എന്നൊക്കെ സ്വഭാവത്തിൽ അവർ യുദ്ധം ചെയ്യും ഈ സന്ദർഭത്തിലും, ഈ മുഹറമായ മാസങ്ങളിലും. എന്നിട്ട് അവരതിന് പകരം മറ്റൊരു മാസം ഈ മുഹറ മാസത്തിലേക്ക് മാറ്റിവെക്കും. അപ്പോൾ മുഹറ മാസത്തിൽ യുദ്ധം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുശേഷം സഫർ അല്ലെങ്കിൽ റബിയുൽ അവൽ ഇതിലേക്ക് മാറ്റിവെക്കും. ഇങ്ങനെ അവർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു രീതി അവർക്ക് ഉണ്ടായിരുന്നു. ഇത് ഖുർആൻ നിശിതമായി വിമർശിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമതൊരു കാര്യം അവർ ചെയ്തിരുന്നത്, ഹജ്ജ്, ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങൾ ഈ ചന്ദ്രമാസ കലണ്ടർ പ്രകാരം അഥവാ ഹിജറ കലണ്ടർ പ്രകാരം നടത്തുമ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും ആരാധനാ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യേണ്ടി വരും. ഇപ്പൊ റമദാൻ മാസത്തിലെ നോമ്പ് ചൂടുള്ള സമയത്തുണ്ടാവും, തണുപ്പുള്ള സമയത്തുണ്ടാവും, ചൂടും തണുപ്പും ഇല്ലാത്ത സമയത്തുണ്ടാവും, നല്ല മഴ പെയ്യുന്ന സമയത്തുണ്ടാവും, കൊടും വേനലിന്റെ സമയത്തുണ്ടാവും, പല സമയത്ത് മാറി മാറി വരും. അതാണ് ചന്ദ്രമാസ കലണ്ടർ പ്രകാരം കാലഗണന നടത്തുമ്പോൾ സംഭവിക്കുന്നത്. ഹജ്ജും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഈ വർഷത്തെ ഹജ്ജ് വളരെ കടുത്ത ചൂടായിരുന്നു. ഒരുപാട് ആളുകൾ ചൂട് സഹിക്കാൻ കഴിയാതെ മരണപ്പെട്ട വാർത്തകൾ നമ്മളൊക്കെ കേട്ടു. ഇതാണ് ഇസ്ലാമിന്റെ ആരാധന. ഏത് സമയത്തും ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ നമ്മൾ വില്ലിങ് ആവുക, അതിന് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെ കാലഘട്ടത്തിൽ ഹജ്ജ് ഒരൊറ്റ സീസണിൽ വരാൻ വേണ്ടിയിട്ട്, എന്താ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹജ്ജ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ കച്ചവട കാലമാണ്, ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന സമയമാണ്. അപ്പൊ അത് ഏറ്റവും നല്ല കാലാവസ്ഥയിലാവണം എന്ന് അവർ ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചന്ദ്രമാസത്തെ ആസ്പദമാക്കി കാലഗണന ചെയ്യുന്നതിന് പകരം അവർ സൗരവർഷത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഹജ്ജ് കർമ്മം അവർ നിശ്ചയിച്ചു. അപ്പൊ എപ്പോഴും ഒരൊറ്റ സീസണിലാണ് ഹജ്ജ് വരിക. ഇങ്ങനെ ഒരു കൃത്രിമം അവർ കാണിച്ചിരുന്നു. ഈ കാര്യങ്ങളെ കുറിച്ചാണ് ഖുർആൻ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അത് നിങ്ങളുടെ കുഫറിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക എന്ന് പറയുന്നത്. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിജറ കലണ്ടർ എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിനെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന അത്രയും ഫോളോ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് അതിന്റെ ഫോളോ ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ല. നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ പഴയ ആളുകളൊക്കെ അതിനെ വളരെ നന്നായിട്ട് ഫോളോ ചെയ്തിരുന്നവരാണ്. ഇപ്പൊ നമ്മുടെ ഉമ്മമാരോടും നമ്മുടെ വല്യപ്പമാരോടും വല്യമ്മമാരോടൊക്കെ ചോദിക്കുമ്പോൾ ഇന്നത്തെ ദിവസം എന്താ വെച്ച് കഴിഞ്ഞാൽ മുഹറം ഇന്ന ദിവസമാണെന്ന് അവർ കൃത്യമായിട്ട് പറയും. പക്ഷെ നമുക്ക് അതിനെ കുറിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല, കാരണം നമ്മളത് ഫോളോ ചെയ്യുന്നവരല്ല. അത് വേറെ വിഷയമാണ്. അത്രയും ഗൗരവപ്പെട്ടൊരു വിഷയമാണ് ഇത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനത് സൂചിപ്പിച്ചത്. അതവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വിഷയം മുഹറം എന്ന് പറയുമ്പോൾ
ഒരു മാസമാണ്. ഇസ്ലാമിന്റെ കലണ്ടർ ഒന്നാമത്തെ മാസമാണ്. വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാസത്തെ പരിചയപ്പെടുത്തുന്നത് ഷഹറുള്ള, അള്ളാഹുവിന്റെ മാസം എന്നാണ്. മുഹറം മാസത്തിൽ പ്രത്യേകം നോമ്പ് നോൽക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നുണ്ട്. ആ നോമ്പിനെ കുറിച്ച് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഇങ്ങനെയാണ്: സുയാമു ഷഹ്റു റമളാൻ, സുയാമു ഷഹ്റു റമളാൻ, റമളാൻ മാസത്തിൽ നമ്മൾ നോൽക്കുന്ന നോമ്പ്. ആ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസത്തിൽ നിങ്ങൾ നോക്കുന്ന നോമ്പാണ്. ആ മുഹറം മാസം അള്ളാഹുവിന്റെ മാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അഫ്ളലു സിയാമി ബഅദ ഷഹ്രി റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം എന്നതാണ് ഹദീസ്. റമളാൻ മാസത്തിന് ശേഷം നിങ്ങൾ നോക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിൽ നിങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പാണ്. അപ്പൊ അള്ളാഹുവിന്റെ മാസം, എന്തുകൊണ്ടാണ് മുഹറം എന്ന് പറയുന്ന ഈ മാസത്തെ അള്ളാഹുവിന്റെ മാസം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന വളരെ ഗൗരവപ്പെട്ടൊരു വിഷയം നമ്മുടെ മുമ്പിലുണ്ട്. മറ്റുള്ള മാസങ്ങളെ കുറിച്ച്, റമളാനിനെ കുറിച്ച് പോലും അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലോ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഷഹറുല്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ ഈ മുഹറം മാസം എന്തുകൊണ്ടാണ് ഷഹറുല്ലയാവുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ മാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മൂസാ നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ മാസത്തിന്റെ പ്രത്യേകത. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ മദീനയിലെ മെജോറിറ്റി എന്ന് പറയുന്നത് ജൂത വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, ജൂയിഷാണ്. അപ്പൊ ജൂതന്മാർ ധാരാളമുള്ള മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോൾ മദീനയിലുള്ള ജൂതന്മാര് ഈ മുഹറം മാസത്തിൽ 10ാമത്തെ ദിവസം, മുഹറം 10, അവരെല്ലാവരും നോമ്പ് നോൽക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ മാസത്തിൽ, ഈ ദിവസത്തിൽ പ്രത്യേകമായിട്ട് നോമ്പ് നോൽക്കുന്നത്? അപ്പൊ അവരതിന് കൊടുക്കുന്ന മറുപടി, ഹാദാ യൗമുൻ സ്വാലിഹ്, ഇത് വളരെ പവിത്രമായ, വളരെ വിശുദ്ധമായ ഒരു ദിവസമാണ്. യൗമുൻ സ്വാലിഹ് എന്നതാണ് ഹദീസിൽ കാണാൻ സാധിക്കുന്ന വാക്ക്. വളരെ വിശുദ്ധമായ, വളരെ പവിത്രതയുള്ള, വളരെ മനോഹരമായ ഒരു ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം. അപ്പോ എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വീണ്ടും ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് അവര് പിന്നെ ജൂതന്മാരായ ആളുകൾ പ്രവാചകനോട് നൽകുന്ന മറുപടി, നജ്ജല്ലാഹു മൂസ വ ബനു ബനി ഇസ്രായീൽ മിൻ ഫിർഔൻ, ഫിർഔനിൽ നിന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ബനു ഇസ്രായേൽ ജനതയെയും രക്ഷപ്പെടുത്തിയ ദിവസമാകുന്നു ഈ ദിവസം. അതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത. ഫഅമറ മൂസാ നബി അലൈഹി ഇസ്ലാം ബിസിയാമിഹി, മൂസാ നബി അലൈഹി ഇസ്ലാം പിന്നെ ആ ദിവസം നോമ്പ് നോൽക്കാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്ന ഒരു മറുപടി ഉണ്ട്, നഹ്നു അഹഖു വ ഔലാ ബിമൂസ മിൻകും, മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് നിങ്ങളെക്കാൾ ചേർന്ന് നിൽക്കുന്നത്, മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് നിങ്ങളെക്കാൾ ബന്ധമുള്ളത്, കടപ്പാടുള്ളത്, ബാധ്യതയുള്ളത് എനിക്കാണ്, ഞങ്ങൾക്കാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് നിങ്ങൾക്കുള്ളതിനേക്കാൾ ബന്ധവും കടപ്പാടും ഞങ്ങൾക്കാണ്. അതുകൊണ്ട് ഫസാമ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അമറ ബിസിയാമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം നോമ്പ് നോൽക്കുകയും സഹാബികളോട് ആ ദിവസം നോമ്പ് നോൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോ ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മൂസാ നബി അലൈഹി ഇസ്ലാമും ബനു ഇസ്രായേൽ ജനവിഭാഗവും ഫിർഔൻ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരിയായ, അക്രമിയായ ഭരണാധികാരിയുടെ മർദ്ദനങ്ങളിൽ നിന്ന് മോചനം ലഭ്യമായ ദിവസമാകുന്നു ഈ മുഹറം 10 എന്ന് പറയുന്ന ഈ ദിവസം. അതാണ് ഈ മാസത്തിന്റെ തന്നെ സവിശേഷത എന്ന് പറയുന്നത്. ആ സവിശേഷത ഉൾക്കൊള്ളുന്ന മാസത്തെയാണ് ഷഹറുല്ലാ, അള്ളാഹുവിന്റെ മാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ വിമോചനത്തിന്റെ ഉള്ളടക്കമുള്ള ഒരു മാസം, ഈ വിമോചനത്തിന്റെ ഉള്ളടക്കം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതിയാണ്. ഈ വിമോചനത്തിന്റെ ഉള്ളടക്കമുള്ള മുഹറം മാസം കൊണ്ടാണ് ഇസ്ലാമിന്റെ കലണ്ടർ പ്രകാരമുള്ള ഒന്നാമത്തെ മാസം ആരംഭിക്കുന്നത്. ഈ കലണ്ടറിന്റെ മാനദണ്ഡമായി നിശ്ചയിക്കപ്പെട്ടത് ഹിജ്റ എന്ന് പറയുന്ന സംഭവമാണല്ലോ. നമുക്കറിയാം ഹിജ്റ കലണ്ടർ എന്നാണ് പറയുക. അപ്പൊ നമ്മൾക്ക് ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹിജ്റ എന്ന് പറയുന്ന സംഭവത്തെ ഇസ്ലാമിന്റെ കാലഗണനയുടെ ഒരു മാനദണ്ഡമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നിശ്ചയിച്ചത്? പ്രവാചകന്റെ ജീവിതത്തിൽ
പ്രവാചകന്റെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു കാലഗണനയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജനനം, ബർത്ത് ഡേറ്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം, വഫാത്ത്, ഡെത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണല്ലോ നുബൂവത്ത്, പ്രവാചകന് നുബൂവത്ത്, പ്രവാചകത്വം കിട്ടിയ ആ സംഭവം. ഇങ്ങനെ പലതും പറയാം. പക്ഷെ ഇതെല്ലാം മാറ്റിവെച്ച്, ഇതെല്ലാം അവരുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വന്നിരുന്നു. പക്ഷെ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ഹിജ്റ എന്ന് പറയുന്ന സംഭവത്തെയാണ് ഇസ്ലാമിന്റെ കാലഗണനയുടെ അടിസ്ഥാനമായിട്ട് നിശ്ചയിച്ചത്. യഥാർത്ഥത്തിൽ ഹിജ്റ നടന്നത് മുഹറം മാസത്തിലല്ല, പ്രവാചകന്റെ ഹിജ്റ നടന്നത് മുഹറം മാസത്തിലല്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ബനു ഇസ്രായേലിയരുടെയും ഹിജ്റ നടന്ന മാസമാണ് യഥാർത്ഥത്തിൽ മുഹറം മാസം എന്ന് പറയുന്നത്. പ്രവാചകന്റെ ഹിജ്റ റബീഉൽ അവ്വലാണ് നടക്കുന്നത്. പക്ഷെ എന്നിട്ടും ഈ മുഹറം മാസം കൊണ്ട് തുടങ്ങുന്ന ഈ ഈ കലണ്ടറിന് ഹിജ്റയെ മാനദണ്ഡമായി നിശ്ചയിക്കുകയാണ്. അപ്പൊ ഹിജ്റ എന്ന് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഹിജ്റയുടെ ഒരു പ്രചോദനവും ആവേശവും പാഠവും ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പ്രവാചകന്മാരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ, എല്ലാ പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിൽ അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുക എന്ന് പറയുന്ന ഭീഷണി നേരിട്ടവരാണ്. ചിലർക്ക് അത് പ്രായോഗികമായി സ്വന്തം നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്ര യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്, വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർളിന ഔ ലതഊദുന്ന ഫീ മില്ലത്തിന. പ്രവാചകന്മാരോട് അതത് കാലഘട്ടത്തിലുള്ള സത്യനിഷേധികളായ ആളുകൾ വളരെ ഗൗരവത്തിൽ പറഞ്ഞ ഒരു കാര്യം, ലനുഖ്രിജന്നകും മിൻ അർളിന, നിങ്ങളെ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും. ഔ ലതഊദുന്ന ഫീ മില്ലത്തിന, ഇനി പുറത്താക്കാതിരിക്കണമെങ്കിൽ, നിങ്ങൾ ഈ നാട്ടിൽ തന്നെ താമസിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഔ ലതഊദുന്ന ഫീ മില്ലത്തിന, ഞങ്ങളുടെ മില്ലത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. ഞങ്ങളുടെ കൾച്ചർ, ഞങ്ങളുടെ നാഗരികത, ഞങ്ങളുടെ ഫെയ്ത്ത്, ഞങ്ങളുടെ വേർഷിപ്പ്, ഇങ്ങനെ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് അതേപടി ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമായിട്ട് നിങ്ങൾ നിലനിൽക്കാൻ സന്നദ്ധരാണോ എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ജീവിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കും. ഇത് എല്ലാ പ്രവാചകന്മാരോടും അതത് കാലഘട്ടത്തിലുള്ള ജനവിഭാഗം, ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ ഒരു ഭീഷണി സ്വരത്തിൽ മുഴക്കിയ ഒരു സംഗതിയാണ്. അങ്ങനെ പലരും പുറത്താക്കപ്പെട്ടിട്ടുണ്ട്, പലരും സ്വന്തം നാടുകളിൽ നിന്ന് പോകേണ്ടി വന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം അങ്ങനെയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആ ഭീഷണി നേരിട്ടു, അത് അഭിമുഖീകരിക്കേണ്ടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ആ ഭീഷണി ഉണ്ടായിരുന്നു. വൈദ് യംകുറു ബിക്കല്ലദീന കഫറു ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക, അവര് നിങ്ങളെ ഒന്നുകിൽ ബന്ധനസ്ഥരാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ വധിച്ചു കളയാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഇതിൽ മൂന്നിൽ നടന്നത് അള്ളാഹുവിന്റെ റസൂലിനെ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് പ്രായോഗികമായി സംഭവിക്കുന്നത്. അങ്ങനെ ഇത് ഈ ലനുഖ്രിജന്നകും മിൻ അർളിന ഔ ലതഊദുന്ന ഫീ മില്ലത്തിന എന്ന് പറയുന്ന ഈ ഭീഷണി, ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ഉമ്മത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീഷണിയും അത് തന്നെയാണ്. നിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കാൻ കൊള്ളുന്നവരല്ല, നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകേണ്ടവരാണ്. നിങ്ങൾ ഇവിടെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭാരതീയ സംസ്കാരത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. ഭാരതീയ സംസ്കാരം എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ കേവലം നിങ്ങൾ ഒരു ജന്മഭൂമിയായി മാത്രം കണ്ടാൽ പോരാ. രാജ്യത്തെ നിങ്ങൾ ഒരു പുണ്യഭൂമി കൂടിയായി കാണണം. നിങ്ങൾ കേവലം ഒരു ഹോളി ലാൻഡ് എന്നുള്ള ഒരു സവിശേഷത കൂടി ഇന്ത്യക്ക് നിങ്ങൾ വകവെച്ച് നൽകണം. എന്നിട്ട് നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോകണം. ഇതാണ് സംഘപരിവാർ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളോട് മാത്രമല്ല, അബ്രഹാമിക് റിലീജിയൻ എന്ന് പറയുന്ന ക്രിസ്തുമതത്തോടും പറയുന്നത് തന്നെയാണ്. യഥാർത്ഥത്തിൽ പറയുന്നത് തന്നെയാണ്. അത് എത്രത്തോളം വോള്യത്തിൽ പറയുന്നുണ്ടോ എന്നുള്ള വിഷയം മാത്രമേ ഇപ്പോഴും നിലനിൽക്കുന്നുള്ളൂ. അപ്പൊ ഇത് ഇസ്ലാമിക സമൂഹം പല സമയത്തും നേരിട്ട ഒരു സംഗതിയാണ്. ഇന്നും ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ഉമ്മത്ത് ഇതേ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഭീഷണിയെ കുറിച്ച് പറഞ്ഞിട്ട് ഖുർആൻ അതിന്റെ തൊട്ടുടനെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഫഔഹാ ഇലൈഹിം റബ്ബുഹും ലനുഹ്ലികന്നൽ-ളാലിമീൻ വലനുസ്കിനന്നകുമുൽ അർള മിൻ ബഅദിഹിം ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്. ഇങ്ങനെ ഈ ഭീഷണി നേരിട്ട പ്രവാചകന്മാർക്ക് അള്ളാഹു വഹയിലൂടെ അറിയിച്ചു കൊടുത്ത സന്ദേശം, ലനുഹ്ലികന്നൽ-ളാലിമീൻ, നിങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന,
നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ക്രൂരരായ ഭരണാധികാരികളെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും, അവരെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. അവരെ നശിപ്പിക്കുമെന്ന് മാത്രമല്ല, വലനുസ്കിനന്നകുമുൽ അർള മിൻ ബഅദിഹിം, അവർക്ക് ശേഷം ആ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ഒരുക്കി നൽകുകയും ചെയ്യും. ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്. ഇത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന വാഗ്ദാനമാണ്. ഈ വാഗ്ദാനമാണ് യഥാർത്ഥത്തിൽ ഹിജ്റയുടെ പ്രചോദനം എന്ന് പറയുന്നത്. എല്ലാ പ്രവാചകന്മാരുടെയും ഹിജ്റയുടെ യഥാർത്ഥ പ്രചോദനം എന്ന് പറയുന്നത് ഇതാണ്. അള്ളാഹു ആ പ്രവാചകന്മാർക്ക് വഹയിലൂടെ അറിയിച്ചു കൊടുത്ത ലനുഹ്ലികന്ന ളാലിമീൻ വലനുസ്കിനന്നകുമുൽ അർള മിൻ ബഅദിഹിം, അക്രമികളായ ഭരണാധികാരികളെ നശിപ്പിക്കും, ആ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം അള്ളാഹു നൽകുകയും ചെയ്യും. ഇത് പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനത്തിന്റെ പ്രചോദനമാണ് യഥാർത്ഥത്തിൽ ഹിജ്റയുടെ പ്രചോദനം എന്ന് പറയുന്നത്. ആ ഹിജ്റയാണ് മൂസാ നബി അലൈഹി ഇസ്ലാം നടത്തിയത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഫിർഔൻ എന്ന് പറയുന്ന ഭരണാധികാരി വളരെ ക്രൂരത, ഇന്ന ഫിർഔന അലാ ഫിൽ അർളി, ഏറ്റവും വലിയ ഉന്നതങ്ങളിൽ ഉയർന്നു നിന്നുകൊണ്ട് തന്നെ കവച്ചു വെക്കുന്ന ഒരാളുമില്ല എന്ന അഹങ്കാരത്തിൽ നിന്നുകൊണ്ട് ആ ജനവിഭാഗത്തിൽ വജഅല അഹ്ലഹാ ശിയഅൻ യസ്തളഇഫു ത്വായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും, അവർക്കിടയിൽ വംശീയമായ വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കും. ഒരു ജനതയെ വംശീയമായ വിദ്വേഷങ്ങളിലേക്ക് വിട്ടുകൊണ്ട് അവരെ ഭിന്നിപ്പിക്കുക, എന്നിട്ട് അതിലൂടെ രാഷ്ട്രീയ ലാഭം നേടിയെടുക്കുക, എന്നിട്ട് അതുവഴി അധികാരം നിലനിർത്തുക എന്ന് പറയുന്ന ഒരു തന്ത്രമായിരുന്നു മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഫിർഔൻ ചെയ്തിരുന്നത്. അതേ തന്ത്രം തന്നെയാണ് ഇന്ത്യ രാജ്യത്തും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഈ വംശീയതയെ ശക്തമായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് പല ഭരണകൂടങ്ങളും ലോകത്ത് നിലനിൽക്കുന്നത്. യൂറോപ്പിൽ തന്നെ പല രാജ്യങ്ങളുടെയും പിന്നെ വർത്തമാനകാല ഇലക്ഷൻ റിസൾട്ടുകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഈ വംശീയതയെ ശക്തമായി ഊതിക്കത്തിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ കയറാനുള്ള ശ്രമങ്ങൾ ഇതെല്ലാ കാലത്തും നടന്നൊരു സംഗതിയാണ്. ഇത് ഫിറഔന്റെ കാലഘട്ടത്തിൽ ഫിറഔന് നടത്തിയ ഇത് സംഗതിയാണ്. അതിന് പല വിധത്തിലുള്ള ആരോപണങ്ങൾ ആരോടാണോ ശത്രുത പുലർത്തുന്നത് അവരെ കുറിച്ച് നിരന്തരമായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് മുസ്ലിം സമൂഹത്തെ എന്തെല്ലാം ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്, അതേ ആരോപണങ്ങൾ പ്രവാചകൻ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എത്രത്തോളം ചോദിച്ചു കഴിഞ്ഞാൽ ഖുർആൻ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പിന്നെ ഫറോവ അന്ന് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായി പറയുന്നത് ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനകും ഔ അൻ യുദ്ഹിറ ഫിൽ അർദിൽ ഫസാദ്. ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനകും, നിശ്ചയമായും ഈ മൂസ നമ്മുടെ കൂട്ടത്തിൽ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ മതം മാറ്റിക്കളയുമെന്ന് നമ്മൾ ഭയപ്പെടാണ്. ഇയാൾ നമ്മുടെ മതം മാറ്റിയിട്ട് വേറെ ഒരു മതത്തിലേക്കാണ് ഇവർ നമ്മൾ ക്ഷണിക്കുന്നത്. മതം മാറ്റുക എന്ന് പറയുന്ന കൺവേർഷൻ എന്ന് പറയുന്നത് ഒരു മഹാ അപരാധമായി ചിത്രീകരിച്ചുകൊണ്ട് അത് വെച്ച് ഭരണകൂടം തങ്ങളുടെ രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തുക. ഇതാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഫിർഔൻ നടത്തിയ ഒരു കാര്യം. രണ്ടാമതായി പറയുന്നത് ഔ അയ്യുദ്ഹിറ ഫിൽ അർദിൽ ഫസാദ്, അല്ലെങ്കിൽ ഇയാള് ഇവിടെ നിലനിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇവർ ഈ നാട്ടിൽ സമാധാനം നൽകുന്നവരല്ല. ഇവര് വലിയ തോതിൽ ഈ രാജ്യത്തിന് ശത്രുത വെച്ചു പുലർത്തുന്ന ആളുകളാണ്. ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ്. ഈ രാജ്യത്തുള്ള ജനങ്ങളെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ന സ്വഭാവത്തിലുള്ള അതേ ആരോപണം മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചും ബനു ഇസ്രായേലിനെ കുറിച്ചും അന്ന് ഫറോവ വളരെ ശക്തമായിട്ട് ഉന്നയിക്കുകയാണ്. വേറെ ഒന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവര് എങ്ങനെയാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഈ പറയുന്ന പ്രൊപ്പഗണ്ട ഉൽപ്പാദിപ്പിച്ചിരുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവര് പറയാണ് ഇൻ ഹാദാനി ലസാഹിറാനി യുരീദാനി അൻ യുഖ്രിജാകും മിൻ അർദികും ബിസിഹ്രിഹിമാ വയദ്ഹബാ ബിതരീഖതികുമുൽ മുസ്ലാ. ഇവർ രണ്ടുപേരും സാഹിറുകളാണ്. എന്ന് പറഞ്ഞാൽ മാജിക് കാണിച്ചുകൊണ്ട് ജനങ്ങളെ പിന്നെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാ. അതുവഴി അവരെന്താ ചെയ്യുന്നത്? അൻ യുഖ്രിജാകും മിൻ അർദികും, നിങ്ങളെ തന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ അവർ ശ്രമിക്കുന്നത്. നിങ്ങളെ തന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് ഇവർ അധികാരം നേടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ 2024 ഇലക്ഷന്റെ സമയത്ത് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ഏറ്റവും ശക്തമായി നടത്തിയൊരു പ്രസംഗം എന്തായിരുന്നു, അല്ലെങ്കിൽ പ്രസംഗങ്ങളിലൂടെ നിരന്തരമായി പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു? പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇവിടെ മുസ്ലിങ്ങൾ പിന്നെ ഭൂരിപക്ഷ വിഭാഗത്തിന്റെ സ്വത്തുക്കൾ അടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അവർക്ക് അതിനു വേണ്ട എല്ലാ പിന്തുണയും നൽകുന്നു. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം, ഞങ്ങളെ ജയിപ്പിക്കണം. ഇതായിരുന്നു. ഇതന്നെയാണെന്നും പറഞ്ഞത്. അയ്യോ ഖിർജാക്കും എന്നറിയിക്കും, നിങ്ങളെ ഇവർ ഇവിടുന്ന് പുറത്താക്കും എന്ന് മാത്രമല്ല വയദ്ഹബ ബിതരീഖതികുമുൽ മുസ്ലാ,
നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന വളരെ മാതൃകാപരമായ ഒരു വേ ഓഫ് ലൈഫ് ഉണ്ട്. ആ വേ ഓഫ് ലൈഫിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് മറ്റൊരു ലൈഫ് സ്റ്റൈലിലേക്ക് ഇവരെ കൊണ്ടുപോവുക ചെയ്യുന്നത്. നമ്മളുടെ സംസ്കാരം, നമ്മളുടെ നാഗരികത, നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ വേ ഓഫ് ലൈഫ്, ഇതെല്ലാം മാറ്റിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ട്. അതുകൊണ്ട് ഇവരെ ഭയപ്പെടണം എന്ന് പറയുന്ന ആരോപണമാണ് ഉന്നയിച്ചത്. ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബനു ഇസ്രായേൽ ജനവിഭാഗത്തിനെതിരെയുള്ള പൊതുബോധം വളരെ ശക്തമായി ഫിർഔൻ അന്ന് സൃഷ്ടിച്ചുകൊണ്ട് അവരെ പുറത്താക്കപ്പെടേണ്ടവരാണ് എന്ന് പറയുന്ന ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൽ നിന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനും ബനു ഇസ്രായേലിനും അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് പോലെ വനുരീദു അൻ നമുന്ന അലൽ ലദീന ഇസ്തുദ്ഇഫു ഫിൽ അർളി വനജ്അലഹും അഇമ്മതൻ വനജ്അലഹുൽ വാരിസീൻ വനുമക്കിന ലഹും ഫിൽ അർളി വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ. സൂറത്തുൽ ഖസസിന്റെ 5-6 ആയത്തുകളിൽ അള്ളാഹു പറയാം. എന്താ പറയുന്നത്? വനുരീദു അൻ നമുന്ന അലൽ ലദീന ഇസ്തുദ്ഇഫു ഫിൽ അർളി വനജ്അലഹും അഇമ്മതൻ വനജ്അലഹുൽ വാരിസീൻ. ഇവിടെ ദുർബലരായ, അടിച്ചമർത്തപ്പെട്ട, അങ്ങേയറ്റത്തെ പീഡിതരായ ഈ ജനവിഭാഗത്തെ കുറിച്ച് അവരെ ഏറ്റവും ഉന്നതങ്ങളിലെത്തി അവരെ നേതാക്കന്മാരും ഈ ഭൂമിയുടെ അനന്തരാവകാശികളുമാക്കി മാറ്റണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്. ഇവരെ പീഡനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഫിർഔന്, ഹാമാന്, അതേപോലെ തന്നെ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ, അവര് ഇന്ന് ഈ ബനു ഇസ്രായേൽ ജനതയെ എന്തെല്ലാം പ്രയാസങ്ങൾക്ക് വിധേയമാക്കുന്നുണ്ടോ അതൊക്കെ അവരെയും അനുഭവിപ്പിക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ഇന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മിഷൻ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന് നിർണയിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് കാണാൻ സാധിക്കും. ഈ സംഭവത്തെ, അല്ലെങ്കിൽ ഈ ഖുർആനിക വാഗ്ദാനത്തെ, ഇത് അള്ളാഹു വിശ്വാസികൾക്ക് നൽകുന്ന വാഗ്ദാനമാണ്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഈ ഭൂമിയുടെ ഇമാമത്ത്, ഈ ഭൂമിയുടെ ഇമാറത്ത്, ഈ ഭൂമിയുടെ ഖിലാഫത്ത്, ഭൂമിയുടെ വറാസത്ത്, ഈ 4 കാര്യങ്ങളും വ്യത്യസ്തമായ, ഏകദേശം ഒരേ ആശയത്തിലുള്ള 4 കാര്യങ്ങളാണ് വ്യത്യസ്തമായ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാൻ സാധിക്കും. ആ പറയുന്ന അധ്യാപനങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകുന്ന ഒരു വാഗ്ദാനം, ഈ ഭൂമിയിൽ നിങ്ങൾ അടിച്ചമർത്തപ്പെട്ട, ദുർബലരാക്കപ്പെട്ട, പീഡിതരായ, നീതി നിഷേധങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ഒരു ജനതയായി എല്ലാ കാലത്തും തുടരേണ്ടവരല്ല. മറിച്ച് നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി, മുഹറവും ഹിജറയും നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, നല്ല ബോൾഡായ ഈമാൻ നിലനിർത്തിക്കൊണ്ട് ആ ഈമാനിന്റെ തന്നെ ബൈ പ്രൊഡക്റ്റായി ഉണ്ടാകേണ്ട തവക്കുലും സബറും റജാവും. തവക്കുൽ എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിങ്ങളുടെ ശേഷി, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷമയോടുകൂടി ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്ത്, എത്ര വലിയ നിരാശപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാലും ഒട്ടും നിരാശപ്പെട്ടു പോകാതെ പ്രതീക്ഷയോടുകൂടി പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള കരുത്ത്, ഇതാണ് യഥാർത്ഥത്തിൽ മുഹറം മാസത്തിന്റെ ഈ വിമോചന ചരിത്രം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഹിജ്റ എന്ന് പറയുന്ന ചരിത്ര സംഭവവും അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ നബി അലൈഹി ഇസ്ലാമും ബനു ഇസ്രായേലും ആ ഈജിപ്ത് എന്ന് പറയുന്ന പ്രദേശം വിട്ടുകൊണ്ട് പോകുന്നുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു രാത്രിയിൽ തന്നെ നിങ്ങൾ ഇവിടുന്ന് പുറപ്പെടണം എന്ന് പറയാണ്. അങ്ങനെ അള്ളാഹിന്റെ കൽപ്പന പ്രകാരം ബനു ഇസ്രായേലിനെയും കൂട്ടി അവർ പുറപ്പെടാണ്. ആ പുറപ്പെടുമ്പോൾ അവരെ പിടികൂടാൻ വേണ്ടിയിട്ടാണ്, മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ബനു ഇസ്രായേലിനെയും വധിച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ഫിർഔനും സംഘവും നേരെ പിറകിൽ കൂടിയത്. ആ പിറകിൽ കൂടിയ ആ സംഭവമാണ് ഫിർഔനിന്റെയും ആ സംഘത്തിന്റെയും നാശത്തിന് കാരണമായി മാറുന്നത്. നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ ഖുർആൻ ആ ചരിത്രം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമും ബനു ഇസ്രായേലും പുറപ്പെട്ടപ്പോൾ അതിന്റെ നേരെ പിറകിൽ ഇവരും പുറപ്പെട്ടു. പിറകിൽ പുറപ്പെട്ടിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമും ബനു ഇസ്രായേലും ചെങ്കടലിന്റെ മുമ്പിലെത്താണ്. ഇനി ചെങ്കടൽ കടന്ന് അങ്ങോട്ട് പോകണം. പക്ഷെ കടൽ കടന്നു പോകാൻ അവരുടെ മുമ്പിൽ ഒരു മാർഗമല്ല. അങ്ങനെ കടലിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ നേരെ പിറകില് ഫിർഔനും സംഘവും ഇങ്ങനെ ഓടിക്കതച്ച് ഇവരെ പിടികൂടാൻ വേണ്ടി വരാൻ, സർവായുധ വിഭൂഷിതരായി. ആ സമയത്ത് ബനു ഇസ്രായേൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്നുണ്ട്, ഇന്നാല മുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ, ഇനി ഒരു രക്ഷയില്ല. ഒന്നുകിൽ ഈ കടലിൽ പോയി മരിച്ചു വീഴാം, അല്ലെങ്കിൽ ഫിർഔനെ പിടികൊടുത്തുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുക. ഈ 2 മാർഗമല്ലാണ്ട് വേറെ ഒന്നും നമ്മുടെ മുമ്പിലില്ല എന്ന് പറയുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം ബനു ഇസ്രായേൽ ജനതയോട് വളരെ കോൺഫിഡൻസോടെ, ഒരു പതർച്ചയുമില്ലാതെ പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്, കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഒരിക്കലുമില്ല, നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു വിഷയം തന്നെ അവിടെ ഉദിക്കുന്നില്ല. കാരണം എന്റെ പടച്ചവൻ, എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട്. എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ആ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല.
ആ റബ്ബ് എനിക്കൊരു മാർഗം കാണിച്ചു തരും, ആ മാർഗം കാണിച്ചു തരുമെന്ന പ്രതീക്ഷയിൽ നിന്നുകൊണ്ടാണ് തന്റെ കൂടെയുള്ള ആളുകളെ പിടിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും നിങ്ങൾ ഭയപ്പെടരുത് എന്നുള്ളതാണ്. ഭയപ്പെടരുത് എന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ്. കഴിഞ്ഞ പാർലമെന്റിൽ പിന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പ്രഥമ പ്രഭാഷണത്തിൽ വിശുദ്ധ ഖുർആനിലെ ഒരു ഭാഗം ഉദ്ധരിച്ചിരുന്നു. നിങ്ങൾ ഭയപ്പെടരുത്, മറ്റുള്ളവരെ ഭയപ്പെടുത്തരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഈ വിമോചന യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ പറഞ്ഞ ആയത്ത. എന്താണത്? ലാ തഖാഫ ഇന്നനി മഅകുമാ അസ്മഉ വ അറാ. നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടരുത്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോടും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനോടും അല്ല പറയാണ്, നിങ്ങൾ രണ്ടുപേരെയും ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞേക്കാണ്. എന്തിന്? ഫഅർസിൽ മഅനാ ബനി ഇസ്രായീൽ ഫലാ തുഅദിബുഹും. ബനു ഇസ്രായേൽ ജനതയെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കണം, ഇനി മേലാൽ അവരെ ദ്രോഹിക്കാനും ആക്രമിക്കാനും പാടില്ല എന്ന് പറഞ്ഞ് ആ ജനതയുടെ മോചനത്തിന് വേണ്ടി ഫിർഔന്റെ മുമ്പിൽ പ്രഖ്യാപനം നടത്താൻ വേണ്ടി പറഞ്ഞയക്കുമ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമും ഹാറൂൻ നബി അള്ളാഹിനോട് പറയുന്നുണ്ട്, ഇന്നനാ നഖാഫ അൻ യഫ്റുത്ത അലൈനാ ഔ അൻ യത്ഗാ. ഫിർഔന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പേടിയുണ്ട്, ഞങ്ങളെ ഇയാൾ നശിപ്പിച്ചു കളയുമോ, ഞങ്ങളോട് അക്രമം കാണിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോ അള്ളാഹു അവർക്ക് നൽകുന്ന മറുപടിയാണ് ലാ തഖാഫ ഇന്നനി മഅകും അസ്മഉ വ അറാ. എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. ഈ ഭയപ്പെടരുത് എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞ ആ പ്രചോദനത്തിൽ നിന്നുകൊണ്ടാണ് കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്, എന്റെ പടച്ചവൻ എന്റെ കൂടെ ഉണ്ട്, ആ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിലും ഇതേ സംഭവം നടക്കുന്നുണ്ട്. ആ സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ശത്രുക്കൾ ഗുഹാമുഖത്ത് ഊരിപ്പിടിച്ച വാളുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ വാളിന്റെ തിളക്കം കണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നുണ്ട്, അവരെങ്ങാനും ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കാണൂലേ, അപ്പൊ പിടികൂടൂലേ എന്ന് പറയുമ്പോ ചിരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. മാ ലന്നുക യാ അബൂബക്കർ ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ. മൂന്നാമതായി അള്ളാഹു കൂടെയുള്ള രണ്ടാളുകളെ കുറിച്ച് അബൂബക്കറെ നിങ്ങൾ എന്താണ് കരുതുന്നത്? മൂന്നാമതായി പടച്ചവൻ നമ്മുടെ കൂടെ ഉണ്ട്. ആ പടച്ചവൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഖുർആനും അതിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസ്റഹുല്ലാഹ് ഇദ് അഖ്റജഹു അല്ലദീന കഫറു സാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ആ ഗുഹയിലിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിനോട് പറയുന്നത് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. എന്തിനാണ് നിങ്ങൾ ദുഃഖിക്കുന്നത്? പടച്ചവൻ നമ്മുടെ കൂടല്ലേ. ഈ ബോധ്യം നമുക്കുണ്ടോ? ഇതാണ് ഹിജറ, ഇതാണ് മുഹറം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഏത് സന്ദർഭത്തിലും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട്. പടച്ചവൻ നമ്മളെ കൈയൊഴിയുകയില്ല. അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് ഞങ്ങൾ ഉള്ളത്. ആ സംരക്ഷണം ഉണ്ടെങ്കിലേ ഏത് പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഫലസ്തീനിൽ 9 മാസത്തോളമായി ആ ജനവിഭാഗം സർവൈവലിന്റെ അത്ഭുതകരമായ ജൈത്രയാത്രയുമായിട്ട് മുന്നോട്ട് പോവുക. അവരെ ക്രൂരമായി കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 40,000-ഓളം വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 20,000-20,000-ഓളം വരുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 40,000-ഓളം ആളുകൾ മരണപ്പെട്ടു പോയി, ഷഹാദത്ത് വരിച്ചു. പക്ഷേ അവര് പിന്മാറാൻ തയ്യാറാകുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രങ്ങൾ നെതന്യാഹു എന്ന് പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ കരുത്ത് എന്ന് പറയുന്നത് അമേരിക്കയാണ്, ബ്രിട്ടനാണ്, പല രാജ്യങ്ങളുമാണ്, അതിന്റെ ഭരണാധികാരികളാണ്. ആ രാജ്യങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടായിട്ട് മില്യൺ കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ നിരന്തരമായി ഇറക്കുമതി ചെയ്തുകൊണ്ട് ഇത്ര വലിയ ബാക്കപ്പ് ഉണ്ടായിട്ടും എന്താണോ യഥാർത്ഥത്തിൽ അവർ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തിന്റെ അയലത്ത് പോലും ഇന്നേ അവർ എത്തിച്ചേരാൻ അവർക്ക് കഴിയുന്നില്ല. നിരപരാധികളായ കുറെ മനുഷ്യന്മാരെ കൊന്നിട്ടുണ്ട്. ഗസ എന്ന് പറയുന്ന ആ രാജ്യത്തെ തന്നെ ഇല്ലാണ്ടാക്കി. പക്ഷേ എന്താണ് അതുകൊണ്ട് നേട്ടം? എന്താണ് എൻഡ് റിസൾട്ട് ഉണ്ടാവേണ്ടത്? ആ റിസൾട്ടിലേക്ക് എത്താൻ ഇന്നേ വരെയും കഴിയുന്നില്ല. കാരണം കോൺഫിഡൻസോടെ, ലോകത്തെ വളരെ കൗതുകത്തോടു കൂടി, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇന്ന് ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ വരുന്നുണ്ടല്ലോ. നമുക്കറിയാം, അമേരിക്കയിലെ മേഗൻ റൈസ് ഏറ്റവും വലിയ ടിക്ടോക്ക് ആക്ടിവിസ്റ്റ് ആയിരുന്നു. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കാരണം ഈ ഫലസ്തീനികളുടെ സർവൈവലിന്റെ അത്ഭുതകരമായ പ്രചോദനം ഖുർആനാണെന്ന് മനസ്സിലാക്കി, വി റീഡ് ഖുർആൻ, ഞങ്ങളും ഖുർആൻ വായിക്കാണ് എന്ന് പറഞ്ഞ് അവർ ഇസ്ലാമിലേക്ക് വരാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ട്? ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രചോദനം, ഈ ആത്മവിശ്വാസം, ഈ കോൺഫിഡൻസ്, ഈ ഈമാൻ, ആ ഈമാനിന്റെ ഭാഗമായി തവക്കുല്, സ്വബർ, റജാ, ഈ 4 കാര്യങ്ങൾ, ഈമാന്, തവക്കുല്, സ്വബർ, റജാ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം,
നമ്മുടെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുവാനുള്ള നമ്മുടെ കരുത്ത്, പ്രതിസന്ധികളെ ക്ഷമയോടുകൂടി തരണം ചെയ്യാനുള്ള നമ്മുടെ ശേഷി, അതോടൊപ്പം തന്നെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുക എന്ന് പറയുന്ന നിലപാട്, ഇതാണ് ഹിജ്റയും മുഹറവും നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം. അപ്പോ മുസ്ലിം ലോകം ഇന്ന് വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലുള്ള പരീക്ഷണങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിന്റെ മുമ്പിൽ നമ്മൾ ഒരിക്കലും പതറിപ്പോകരുത്. ഇതിന്റെ മുമ്പിൽ ഇനി ലോകം അവസാനിക്കാൻ വേണ്ടി പോവാണ്, ഇനി ഇങ്ങനെയൊക്കെ തന്നെ ലോകം ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഇതിനോടൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി പോവാം, വേറെ ഒന്നിലേക്ക് നമ്മൾ ഇടപെടേണ്ടതില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരല്ല നമ്മൾ. മറിച്ച് ഏറ്റവും അവസാനത്തെ നിമിഷം വരെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്, ലോകം അവസാനിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈവശം ഒരു ചെടി ഉണ്ടെങ്കിൽ ആ ചെടി നിങ്ങൾ കുഴിച്ചിട്ടുകൊണ്ടേ ലോകം അവസാനത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാൻ പറ്റുള്ളൂ. ആ ചെടി ആർക്കും ചിലപ്പോൾ ഉപകാരപ്പെട്ടു, കാരണം ലോകം അവസാനിക്കാൻ പോവാണ്. പക്ഷെ എങ്കിലും നിങ്ങളുടെ കൈവശമുള്ള ചെടി നിങ്ങൾ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല. അത് ചെടി പിന്നെ ഉണ്ടാക്കണം എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയം, നിങ്ങൾക്കൊരിക്കലും കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകാൻ പറ്റൂല. അവസാന നിമിഷം വരെയും നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് ഹിജ്റ നമുക്ക് നൽകുന്ന പാഠം. ആ ഹിജ്റക്കകത്ത് ഒരുപാട് സംഗതികളുണ്ട്. വലിയ പ്ലാനിങ് ഉണ്ട്, വലിയ പ്രിപ്പറേഷൻ ഉണ്ട്. പ്ലാനിങ്ങും പ്രിപ്പറേഷനും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു പ്ലാനിങ്ങും ഒരു പ്രിപ്പറേഷനും ഒരു സ്ട്രാറ്റജിയും ഇല്ലാതെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്ന ശക്തമായ പാഠം കൂടിയാണ് മുഹറവും മുഹറമാസത്തിന്റെ ഭാഗമായ ഹിജ്റയും യഥാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. നല്ല പ്ലാനിങ്ങോടുകൂടി, നല്ല പ്രിപ്പറേഷനോടുകൂടി, ആവശ്യമായ സ്ട്രാറ്റജികളും ആവശ്യമായ പോളിസിയും സ്വീകരിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുവാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാർഗങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വിജയം നേടിയെടുക്കാൻ സാധിക്കുക എന്ന പാഠവും ഈ മുഹറം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, വളരെ നിരപേക്ഷമായ ഒരു സന്ദർഭമായിട്ടല്ല നമ്മൾ ഇതിനെ കാണേണ്ടത്. വളരെ യാന്ത്രികമായി നോമ്പ് നോറ്റുകൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒരു സംഗതിയല്ല. നോമ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ എന്തിനാണ് നോമ്പ് ഈ ദിവസത്തിൽ സുന്നത്താക്കിയിട്ടുള്ളത്? ഈ വിമോചനത്തിന്റെ ഉള്ളടക്കം നിങ്ങൾക്ക് ആവേശമാവണം, നിങ്ങൾക്ക് പ്രചോദനമാവണം. നിങ്ങളുടെ ജീവിതം, ശിഷ്ടജീവിതം കെട്ടിപ്പടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് വലിയ തോതിലുള്ള കരുത്തായി മാറണം. അതിനാണ് ഈ ദിവസത്തിൽ നാം നോമ്പ് നോൽക്കുന്നത്. അതിനാണ് ഈ ദിവസത്തെക്കുറിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിക്കുന്നത്. അതാണ് ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ മാസത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോ മുഹറം, നമ്മളിപ്പോ പലപ്പോഴും മുസ്ലിം സമുദായത്തിനകത്ത് ഈ മുഹറം എന്ന് പറയുന്ന മാസത്തെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു മാസമായിട്ടാണ് പലപ്പോഴും പറയാം. കല്യാണം ആദ്യ മാസം പാടില്ല, കാരണം നഹ്സുള്ള മാസം എന്നാണ്. നഹ്സ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാ. യഥാർത്ഥത്തിൽ ഏറ്റവും ലോകത്തിൽ അത്ഭുതകരമായ, ഏറ്റവും ബൃഹത്തായ ഒരു സംഭവം നടന്ന മാസം, ഒന്നും ചെയ്യാൻ പറ്റാത്ത മാസമാണ് എന്ന് പറഞ്ഞ് ആ മാസത്തെ നമ്മൾ പലപ്പോഴും അവഗണിക്കുക അല്ല. മറിച്ച് ഈ മാസം നമുക്ക് ഏറ്റവും കർമ്മനിരതമാകാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന മാസമാണ്. ഏറ്റവും ശക്തമായി എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നമുക്ക് നേടി നൽകുന്ന മാസമാണ്. വിശുദ്ധ ഖുർആനിൽ അതിജീവനത്തിന് യോഗ്യതയുള്ള ആളുകളെ കുറിച്ച് പറയുമ്പോൾ 4 വിഭാഗത്തെ കുറിച്ച് പറയും. ഞാൻ അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അത് ഈ മുഹറവും ഈ ഹിജ്റയും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹു വയുഹിബ്ബൂനഹു അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീന യുജാഹിദൂന ഫീ സബീലില്ലാഹി വലാ യഖാഫൂന ലൗമത ലായിം. നിങ്ങൾക്ക് 4 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ മാറ്റിയിട്ട് നിങ്ങൾക്ക് പകരം ഈ ക്വാളിറ്റിയുള്ള മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവരും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ക്വാളിറ്റികളാണ്. ഒന്ന്, യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, നാം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാവുക, അള്ളാഹു നമ്മളെ തിരിച്ചിങ്ങോട്ടും ഇഷ്ടപ്പെടുന്നവരാ. നമ്പർ 1, അള്ളാഹുവിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുക, അള്ളാഹു തിരിച്ചിങ്ങോട്ടും ഇഷ്ടപ്പെടുക. യഥാർത്ഥത്തിൽ ഹിജ്റ പോയ മുഹാജിറുകളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ റളിയല്ലാഹു അൻഹു വറളു അൻഹു എന്നാണ്. അവർ അള്ളാഹു തൃപ്തിപ്പെട്ടിരുന്നു, അള്ളാഹു തിരിച്ചിങ്ങോട്ടും തൃപ്തിപ്പെട്ടിരുന്നു. അപ്പൊ ഹിജ്റയുടെ യഥാർത്ഥ മാനദണ്ഡം എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക, അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥകൾ തൃപ്തിയോടുകൂടി നമ്മൾ അംഗീകരിക്കുകയും അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സംതൃപ്തിപ്പെടുകയും ചെയ്യാം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അതാണ് നമ്പർ 1. നമ്പർ 2, അതില്ലത്തിൻ അലൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കിടയിൽ നിങ്ങൾ എന്ത് വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ട് നിങ്ങളുടെ കെട്ടുറപ്പ്, നിങ്ങളുടെ ഐക്യം, നിങ്ങളുടെ ഭദ്രത അത് ഏറ്റവും മനോഹരമായി നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കണം. അഇസ്സത്തിൻ അലൽ കാഫിരീൻ, സത്യനിഷേധത്തിന്റെ മുമ്പിൽ നോ കോംപ്രമൈസ്.
ഒരു കോംപ്രമൈസും ഇല്ലാതെ സത്യനിഷേധത്തിന്റെ മുമ്പിൽ വളരെ ആർജവത്തോടെ ഐ എം എ മുസ്ലിം, ഐ എം എ ഇസ്ലാമിസ്റ്റ്, ഞാനൊരു മുസ്ലിം ആണെന്ന് വളരെ കോൺഫിഡൻസോടുകൂടി പ്രഖ്യാപിക്കാനും ആ ഇസ്ലാമിനെ ജീവിതത്തിൽ ഉടനീളം ഫോളോ ചെയ്യുവാനുമുള്ള ആർജവം നമ്മൾ കാണിക്കുക. ഇസ്ലാമിന്റെ മുമ്പിൽ നമ്മൾ ഒരിക്കലും മാപ്പ് സാക്ഷികളാവരുത്. ഇസ്ലാമിന്റെ മുമ്പിൽ നമ്മൾ ഒരിക്കലും ക്ഷമാപണത്തിന്റെ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കരുത്. മറിച്ച് നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാമിലൂടെ ഇസ്സത്ത് നേടിയ ഒരു ജനതയാണ് നമ്മൾ. വമൻ ഇബ്തഗൈനൽ ഇസ്സത ബിഗൈരി ദീനില്ലാഹി അദല്ലനല്ലാഹ്. നിങ്ങൾ ഇസ്ലാമിനെ മാറ്റിവെച്ചുകൊണ്ട് വേറെ പലതിലൂടെയും ഇസ്സത്ത് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ നിന്ദ്യമാക്കി കളയാണ് ചെയ്യാം, ഒന്നിനും കൊള്ളാത്തൊരു വിഭാഗമായിട്ട് മാറ്റി ചെയ്യാം. അതുകൊണ്ട് ഈ സത്യനിഷേധികളുടെയും സത്യനിഷേധത്തിന്റെയും മുമ്പിൽ ഇസ്സത്തോടുകൂടി ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വളരെ ബോൾഡായിട്ട് നിലനിൽക്കാൻ കഴിയുക. നാലാമത്തേത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക, ജിഹാദ് ചെയ്യുക. ഈ 4 കാര്യങ്ങളാണ് അതിജീവനത്തിന്റെ വഴിയായിക്കൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നതെങ്കിൽ ഇത് 4ഉം ഉൾച്ചേർന്ന ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ സംഭവമാണ് ഹിജ്റ. ആ ഹിജ്റയാണ് മുഹറം മാസത്തിന്റെ സവിശേഷത. ആ അർത്ഥത്തിൽ ഈ മാസത്തിന്റെ ഏറ്റവും സവിശേഷതയുള്ള ഈ സംഭവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് ചരിത്രത്തെ നമ്മൾ യഥാർത്ഥത്തിൽ വായിക്കേണ്ടത് അങ്ങനെയാണ്. ചരിത്രത്തെ നമ്മൾ അങ്ങനെ വായിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ചരിത്രത്തെ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിന് പ്രചോദനമായി, അതിന് ആവേശമായി, അതിന് കരുത്തായി ഈ മാസത്തിൽ നടന്ന ഈ വിമോചന ചരിത്രം നമ്മുടെ കൂടെ ഉണ്ടാവണം. അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ കെട്ടിപ്പടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.